ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ CB യൂണിക്കോൺ 160cc വണ്ടി കേട്ടോ. അതിൻ്റെ നിലവിൽ മോർണിംഗിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് പറയേണ്ടായിരുന്നു. അത് സെൽഫ് എടുക്കാനായിട്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ പറയണ്ടായി. അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതും ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഇയർ നോക്കുമ്പോൾ 2023 ബാറ്ററിയാണ്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. ഞാനപ്പോൾ കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.95 വരെ വരുന്നുണ്ട്. വോൾട്ടൊക്കെ നല്ല ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടായി. അപ്പോൾ കാർബറേറ്റർ ട്യൂണിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമുക്ക് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ചിടാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ അതിക്ക് മുമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ വണ്ടികളെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമഡ് വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ വണ്ടി എഞ്ചിൻ റൈസ് ആയിട്ട് നിൽക്കും. അത് ചോക്കാവണതാണ്, ഓട്ടോ ചോക്കാണത്. ഓട്ടോമാറ്റിക്കായിട്ട് ചോക്കിലേക്കായിട്ട് ആ എഞ്ചിൻ ടെമ്പറേച്ചർ കറക്റ്റ് ആകുമ്പോൾ നോർമലായിട്ട് വരും. അത് ശരിക്കും നമ്മൾ ഈ മോഡലൊക്കെ മാനുവലായിട്ട് നമ്മൾ ചെയ്ത് വിടണം. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് മാത്രം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ട്യൂണിങ്ങിൽ ഒന്നുകൂടി ചെറിയൊരു വ്യത്യാസം വരുത്തി വെച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം മൈന്യൂട്ടായിട്ട് പെട്രോൾ കൂടുതൽ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പരമാവധി കരി കുറയ്ക്കുക, മൈലേജ് കിട്ടുക, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ട്യൂണിങ് ചെയ്യുമ്പോൾ. ആ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഓൾറെഡി മൈലേജ് ഇപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ പെട്രോളിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കുറച്ചാണ് കത്തണേന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോക്ക് വലിച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് മാത്രം കുറച്ച് പെട്രോൾ കൂടുതൽ ചെല്ലും. വണ്ടി സ്റ്റാർട്ടായി എഞ്ചിനൊന്ന് വാമായി കഴിയുമ്പോൾ ചോക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ആ കൂടുതൽ പോയി കിട്ടുന്ന പെട്രോളോടെ കട്ട് ഓഫ് ആവും. നമ്മളിപ്പോൾ ട്യൂൺ ചെയ്ത് വയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫുൾ ടൈം അതേപോലെ തന്നെ പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടമാണ്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചെറുതായിട്ടൊരു വേരിയേഷൻ വരുത്തിയിടാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് വണ്ടി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ്, വണ്ടി സ്റ്റാർട്ടാവാത്ത കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണെങ്കിലും കാരണം പലതായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്തേക്കണ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഹെഡിനകത്ത് കരി കയറിയിട്ട് വന്നേക്കണ കംപ്ലയിൻറ്റിനാണ് നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് ചെയ്തേക്കണം. അത് ആ പ്രോബ്ലം ചെയ്തേക്കണം. അപ്പോൾ സ്പാർക്ക് പ്ലഗ്, ഇഗ്നിഷൻ, അതേപോലെ CD യൂണിറ്റ്, HT കോയിൽ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽഡ് ആയാലും കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിനായിരിക്കും. പക്ഷേ കാരണം അത് ഇലക്ട്രിക്കലായിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കാണിച്ച കംപ്ലയിൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്ത് വിട്ടേക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇനി സെയിം കാരണം വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള കേസ് നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പ്രത്യക്ഷത്തിൽ വേറെ ഒന്നും കണ്ടില്ലായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയതാണ്. വേറെ പ്രോബ്ലംസ് ഒന്നും നിലവിലില്ല. അപ്പോൾ രാവിലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതൊരു റീസണായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ചോക്ക് ഉപയോഗിക്കുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ശരിക്കും പ്രോപ്പർ മെത്തേഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്യൂണിങ്ങിൽ ചെറിയൊരു വേരിയേഷൻസ് വരുത്താം. ആ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കിയിട്ടൊന്ന് പറയും, ഉപയോഗിച്ചിട്ടൊന്ന് പറയും.